ആരോഗ്യത്തിന് ഏറെ പ്രാധാന്യം കൽപ്പിക്കുന്ന മതമാണ് ഇസ്ലാം. ആരോഗ്യവും നമ്മുടെ ഭക്ഷണക്രമവുമായി അഭേദ്യമായ ബന്ധമുണ്ട്. നിയന്ത്രണമില്ലാത്ത ആഹാരരീതി, അമിതമായ ആഹാരരീതി, ഇത് നമുക്ക് അനാരോഗ്യമാണ്, രോഗങ്ങളാണ് ഉണ്ടാക്കി വെക്കുക. അതുകൊണ്ട് ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ നല്ല ഒരു നിയന്ത്രണമുണ്ടാവണം. ആ കാര്യം നമ്മൾ ശ്രദ്ധിക്കണമെന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. ഓരോ ഭക്ഷണത്തിനും ഓരോ സമയമുണ്ട്. ഓരോ ഭക്ഷണവും കഴിക്കേണ്ടത് എത്ര, അതിന് ചില അളവുകളുണ്ട്. അമിതാഹാരം കൊണ്ടൊക്കെ ഒരുപാട് രോഗങ്ങളിലാണ് നമ്മൾ അകപ്പെട്ടു പോവുക. അള്ളാഹു നമ്മളെ കാത്ത് രക്ഷിക്കട്ടെ. അനിയന്ത്രിതമായ ആഹാര രീതി ശരിയല്ല. അതുകൊണ്ട് ദഹന പ്രശ്നങ്ങൾ ഉണ്ടാകും. അതുകൊണ്ട് ഗ്യാസിന്റെ വായുവിന്റെ പ്രശ്നങ്ങൾ ഉണ്ടാകും. അതുകൊണ്ട് ശരീരത്തിന് വലിയ ക്ഷീണം അനുഭവപ്പെടും, ഉറക്ക് വരും, ഉറങ്ങാൻ താല്പര്യമുണ്ടാകും, മടിയും മടുപ്പുമുണ്ടാകും, ഗ്ലൂക്കോസിന്റെ നില കൂടി വരും, അവയവങ്ങളുടെ പ്രവർത്തനങ്ങൾക്ക് ഹാനി വരും, ബാധിക്കും, പൊണ്ണത്തടിയായി മാറും, വിഷാദമുണ്ടാകും. ഇങ്ങനെയൊക്കെ ഒരുപാട് ദോഷങ്ങൾ അമിതാഹാരം കൊണ്ടുണ്ടാകുമെന്ന് നമ്മൾ തിരിച്ചറിയണം. അതുകൊണ്ട് തന്നെയാവാം ഭക്ഷണത്തിന്റെ കാര്യത്തിൽ നല്ല നിയന്ത്രണം വേണം. നിങ്ങൾ കൂടുതൽ ഭക്ഷണം കഴിച്ചാൽ നിങ്ങളെ ശരീരത്തിന്റെ പുഷ്ടിപ്പും ആരോഗ്യവും കൂടുകയല്ല ചെയ്യുക, നിങ്ങൾ നാശത്തിലേക്ക് എത്തിപ്പെടലായിരിക്കും അനന്തരഫലം എന്ന് അഷ്റഫുൽ ഖൽഖ് മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. നിങ്ങൾ ആലോചിക്കുക, നമ്മളെ മുറ്റത്ത് നമ്മളൊരു തൈ വെച്ചു, ഒരു മുളകും തൈ, അല്ലെങ്കിൽ ഒരു വെണ്ടക്കയുടെ തൈ, അല്ലെ ഒരു വഴുതിനികയുടെ എന്തോ ഒരു തൈ വെച്ചു. അതിന് നമ്മൾ നിരന്തരമായി വെള്ളം ഒഴിച്ചു കൊടുത്തു. ചുരുക്കി പറയാ, ചുറ്റും ഒരു തളം കെട്ടി അതിനെ വെള്ളത്തിൽ നിർത്തി, ആവശ്യത്തിലപ്പുറം വളം കൊണ്ടുപോയി ചുറ്റുമിട്ടു. എന്താ ഉണ്ടാവുക? ഇഷ്ടംപോലെ വെള്ളമുണ്ടല്ലോ, എപ്പോഴും വെള്ളമുണ്ടല്ലോ എന്നുള്ള നിലക്ക് അത് പെട്ടെന്ന് വളർന്ന് പന്തലിക്കുകയാണോ ചെയ്യുക? നിങ്ങൾ ഉറങ്ങിപ്പോയോ? ഈ കോവിഡ് വന്ന ഉടനെ അതിൻ്റെ ചില പ്രതിസന്ധികൾ കൊണ്ടൊക്കെ പലരും പച്ചക്കറിയും മറ്റു കാര്യത്തിലൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിരുന്നു. ചെടി നട്ടുപിടിപ്പിക്കാനും ചുറ്റുഭാഗങ്ങളിലും പച്ചക്കറിയൊക്കെ സജീവമാക്കാനും പലരും ശ്രദ്ധിച്ചിരുന്നു. അപ്പം അതൊക്കെ വിട്ടോ? അതൊക്കെ ശ്രദ്ധിക്കണം. അതൊക്കെയും ഇബാദത്താക്കി മാറ്റാൻ കഴിയും. ആദൻ നബി വലിയ ഒരു കർഷകനായിരുന്നു എന്ന് ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ. ആദൻ നബിക്ക് അങ്ങനെ വലിയൊരു കൃഷി ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം അന്ന് ഭൂമിയിലുള്ളതൊക്കെ ആദൻ നബിക്ക് തന്നെ. പക്ഷെ എന്നാലും ഈ ഒരു കാര്യത്തിൽ മനുഷ്യർ ശ്രദ്ധിക്കണമെന്ന സന്ദേശമാണ് അതിലൂടെ നൽകിയത് എന്ന് മുഹമ്മദ് മുസ്തഫ. അപ്പൊ നിങ്ങൾ പറ, എന്താ ഉണ്ടാവുക? വെള്ളവും വളവും കൂടിയാൽ എന്താ ഉണ്ടാവുക? അത് ചീഞ്ഞു പോകും. ഇതു തന്നെയാണ് നമ്മുടെ ശരീരത്തിൻ്റെയും അവസ്ഥ. ഹബീബായ നബി തങ്ങൾ പറഞ്ഞതാണ്, ലാ തുമീതുൽ ഖുലൂബ ബികസറത്തി തആമി വശറാബ്. സഹോദരാ ശ്രദ്ധിക്കണം, സഹോദരി എന്താണ് പറയുന്നതെന്ന് ശ്രദ്ധിക്കണം. ലാ തുമീതുൽ ഖുലൂബ, നിങ്ങളുടെ ഹൃദയത്തെ നിങ്ങൾ മരവിപ്പിക്കരുത്, ഹൃദയത്തിന് നിങ്ങൾ നാശം വിതക്കരുത്, നിങ്ങളുടെ ഹൃദയത്തെ നിങ്ങൾ കൊല്ലരുത്. ബികസറത്തി തആമി വശറാബ്, ഭക്ഷണവും വെള്ളവും അധികരിപ്പിച്ചുകൊണ്ട്, ആവശ്യത്തെക്കാൾ അപ്പുറം കഴിച്ചുകൊണ്ട് ഹൃദയത്തെ നിങ്ങൾ കൊല്ലരുത്. ഫഇന്നൽ ഖുലൂബ കസ്സറഇ. ഉറങ്ങിയോ? ഭക്ഷണമൊക്കെ ഒന്ന് നിയന്ത്രിക്കണം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പറ്റിയില്ലേ? ഈ വഴൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലേ? അള്ളാന്റെ ഹബീബ് പറയാ, ഫഇന്നൽ ഖൽബ കസ്സറഇ, നിങ്ങളുടെ ഹൃദയമുണ്ടല്ലോ, ആ ഹൃദയം ഒരു കൃഷി പോലെയാണ്, ഒരു തൈ പോലെയാണ്. ഇദാ കസുറ അലൈഹിൽ മാ യമൂതു, ഇദാ കസുറ അലൈഹിൽ മാ,
അതിന് ധാരാളം വെള്ളമുണ്ടായാൽ, വെള്ളം കൂടിക്കഴിഞ്ഞാൽ അത് ചീഞ്ഞു പോകലായിരിക്കും, നശിക്കലായിരിക്കും ഫലം. വെള്ളല്ലേ, അത് കൂടിയാലെന്താ, ഉഷാറായിട്ടുണ്ടാവുമല്ലേ ചെയ്യുക. അങ്ങനല്ല, വെള്ളം കൂടിയാൽ പല തൈകളും പല മരങ്ങളും ചീഞ്ഞു പോകലായിരിക്കും. അറിയാലോ, വെള്ളപ്പൊക്കൊക്കെ ഉണ്ടാകുമ്പോൾ വെള്ളം 2-3 ദിവസം തന്നെ ആ തളം കെട്ടി നിന്നാൽ മതി, ഒരുപാട് കൃഷി അതിലൂടെ നശിക്കും. വെള്ളം കൂടിയെന്ന് കരുതി അത് ഉഷാറായിട്ടുണ്ടാവുമല്ല ചെയ്യുക. ഇതാണ് സഹോദരാ, ഇതാണ് സഹോദരി നമ്മുടെ തടിയുടെ അവസ്ഥയും. അതുകൊണ്ടാ ഹബീബ് പറഞ്ഞത്, അങ്ങനെ ഭക്ഷണവും വെള്ളവും അധികരിപ്പിച്ച് നിങ്ങൾ നിങ്ങളുടെ ശരീരത്തെ നശിപ്പിക്കരുത്. അഫാതു ശിബ്ഇൻ സിഖലു ജിസ്മിൻ ഖസ്വതുൽ ഖൽബിൽ ഇസാലതു ഫിത്നതൻ മുതമൽമിലാ. طلعيف جسم من عبادة ربه جنب لنوم فاحذرنه وأبهلا. അൽക്കയിലൂടെ മഹാനായ സൈനുദ്ദീൻ മഖ്ദൂം തങ്ങൾ നമ്മളെ പഠിപ്പിച്ചല്ലോ, അഫാതു ശിബ്ഇൻ സിഖലു ജിസ്മിൻ ഖസ്വതുൽ ഖൽബിൽ ഇസാലതു ഫിത്നതൻ മുതമൽമിലാ. അഫാതു ശിബ്ഇൻ, എപ്പോഴും വയറ് നിറച്ചാൽ അതിൻ്റെ ആപത്തെന്താണെന്നറിയോ? അതുകൊണ്ടുണ്ടാകുന്ന നാശങ്ങൾ എന്താണെന്നറിയോ? സിഖ്ലു ജിസ്മിൻ, ഒന്ന് ഹൃദയം വല്ലാതെ ശരീരം ഭാരം കൂടും. ആവശ്യത്തിലപ്പുറം ശരീരത്തിന് ഭാരം ഉണ്ടാവരുതല്ലോ. ഖസ്വത്തുൽ ഖൽബ്, ഹൃദയം മരവിച്ചു പോകും. ഇസാലത്തു ഫിത്നതൻ, ബുദ്ധി കൂർമ്മത കുറയും, ബുദ്ധിശക്തി കുറയും. ഭക്ഷണം എപ്പോഴും വർദ്ധിപ്പിച്ചാൽ ബുദ്ധി കൂടില്ല, ബുദ്ധി കുറയും. മുത്തമൽമില, ഒരുതരം അസ്വസ്ഥനായി നീ മാറിക്കൊണ്ടിരിക്കും. മഅദല്ലാ, അല്ലാഹു കാക്കട്ടെ. ചില ആളുകൾക്കൊക്കെ ഭക്ഷണം കഴിച്ചാൽ മതിയാവില്ല, അതിനും ദുആ ചെയ്യാൻ ഏൽപ്പിക്കാറുണ്ട്. ഉസ്താദേ, ഭക്ഷണമായിട്ട് കഴിച്ചാൽ വയറ് മര്യാദയ്ക്ക് നിറയണ്ടേ, എത്ര തിന്നാലും മതിയാവാത്തൊരവസ്ഥ. അങ്ങനെ ഒരു പ്രയാസം അനുഭവിക്കുന്ന ആളാണ് ഞാൻ. എൻ്റെ ശരീരത്തിൻ്റെ ഭാരക്കങ്ങൾ കണ്ടില്ല. ചിലർക്ക് ഭാരം ഉണ്ടാവും, ചിലർക്ക് ശരീരത്തിന് ഭാരമൊന്നും ഉണ്ടാവില്ല. ഇതെങ്ങട്ടാ പോന്നെന്ന് തന്നെ കാണുന്നവര് മൂക്കത്ത് കൈവച്ച് വിരൽ വെച്ച് അതിശയപ്പെടും. അങ്ങനെ കഴിക്കും. അള്ളാഹുവേ, പൈശാചിക ബാധയുള്ള ചില ആളുകൾക്ക് അങ്ങനെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. ഒരു ചെമ്പ് ചോറ് ഒന്നായിട്ട് തിന്നാലും അവർക്ക് വയറെന്നറിയൂല, പിന്നെയും കഴിക്കും. അവരുടെ പിശാച് കഴിക്കുന്നുണ്ട്. അതാണ് അതിന്റെ രഹസ്യം. അള്ളാഹു കാക്കട്ടെ. നിങ്ങൾ ഉറങ്ങണ്ട, ഒന്ന് ആമീൻ പറഞ്ഞേക്ക്. അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. പിന്നെയോ തളഈഫു ജിസ്മിൻ അൻ ഇബാദത്തി റബ്ബിഹി, ഇലാഹായ റബ്ബിനെ ഇബാദത്ത് ചെയ്യുന്നതിൽ നിന്ന് ശരീരത്തിന് മടുപ്പ് വരും. കുറച്ച് കഴിയട്ടെ, അല്പം കഴിയട്ടെ, മര്യാദക്ക് ഇരുന്ന് നിസ്കരിക്കാൻ മടിയാ, ഇരുന്ന് ഖുർആൻ ഓതാൻ മടിയാണ്, ദിക്ർ ചൊല്ലാൻ മടിയാണ്. എന്തിന്? ഇലാഹായ റബ്ബിന്റെ വിജ്ഞാനത്തിന്റെ പ്രഭയല്ലേ ഈ ചൊരിയുന്നത്. ഇത് അനുഗ്രഹീതമായ ആത്മീയ മജ്ലിസല്ലേ. ഇതിലൊന്ന് നേരാമണ്ണം പങ്കാളിയായിരിക്കാൻ പോലും കഴിയാത്ത വിധം ശരീരത്തിന് വല്ലാത്ത മടുപ്പ് വരും. ജംബുല്ലി നൗമിൻ, ഉറക്കിനെ വിളിച്ചു വരുത്തും. അതുകൊണ്ട് ഈ സ്വഭാവം ഉപേക്ഷിച്ച് നീ കൃത്യമായും സൂക്ഷ്മത പാലിക്കണം. അതുകൊണ്ടായിരിക്കാം നമ്മുടെ പ്രിയപ്പെട്ട നേതാവ് അഷ്റഫുൽ ഖൽഖ് മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളൊക്കെ ഈ കാര്യത്തിൽ അങ്ങേയറ്റം ശ്രദ്ധിച്ചിരുന്നു. അള്ളാഹുവെ, എൻ്റെ വയറെപ്പോഴും നിറക്കണം, എനിക്കിഷ്ടം പോലെ ഭക്ഷണം എത്തിച്ചു തരണം, കഴിക്കാനുള്ള സാമ്പത്തിക ശേഷി തരണം. അങ്ങനെ ദുആ ചെയ്തിട്ടില്ലല്ലോ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെയോ ദിവസങ്ങളോളം പട്ടിണിയായിരുന്നു. ഹബീബായ നബി തങ്ങളുടെ വീട്ടിലുള്ള അവസ്ഥ എന്താ പറയുന്നുണ്ട് ആയിഷ ബീവി റളിയല്ലാഹു അൻഹാ. ഹബീബായ നബി തങ്ങളുടെ വീട്ടിലുള്ള അവസ്ഥ പറയുകയാണ്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുകയാണ്, 1, 2, 3 മാസങ്ങളൊക്കെ മുത്തുനബിയുടെ വീട്ടിൽ കഴിഞ്ഞു പോകും. വമാ ഫീ റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ മാ നസ്തൗഖിദു നാറാ.
റഅയ്തുൽ ഹിലാല സുമ്മൽ ഹിലാല ശഹ്റൈൻ മുതതാബിഈൻ വമാ ഫീ അബിയാതി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മാ നസ്തൗഖിദു നാറാ. 1, 2, 3 മാസങ്ങളൊക്കെ പലപ്പോഴും തുടർച്ചയായി ഹബീബായ നബിയുടെ വീട്ടിൽ അടുപ്പിൽ തീ പുകയാറുണ്ടായിരുന്നില്ല. ആരെ വീട്ടിൽ? ആരെ വീട്ടിൽ? മുത്ത് റസൂലിന്റെ വീട്ടിൽ. അപ്പൊ അത് കേട്ടപ്പോ ചോദിച്ചു, അല്ല, അടുപ്പിൽ തീ കത്തിക്കണമെങ്കിൽ ഒരു പത്തിരി ചുടണമെങ്കിൽ ധാന്യം വേണ്ടേ, മാവ് വേണ്ടേ? ഉണ്ടായിരുന്നില്ല. ഒരു കറി വെക്കണമെങ്കിൽ അതിനാവശ്യമായ വസ്തുക്കൾ വേണ്ടേ? ഉണ്ടായിരുന്നില്ല. അപ്പൊ ചോദിച്ചു, അല്ലമ്മ, ആയിഷാ ബീവിയോട്, ഉമ്മുൽ മുഅ്മിനീൻ ആയിഷാ ബീവിയോട് ചോദിച്ചു, പിന്നെ എന്താ നിങ്ങൾ കഴിച്ചത്, എന്താ നിങ്ങൾ കുടിച്ചത്? അതിനുള്ള മറുപടി ഇങ്ങനെയാണ്, വമാഹിയ ഇല്ലത്തംറു വൽ മാ. ആരെങ്കിലും ഹദിയയായി കൊണ്ടുവരുന്ന കാരക്കയുണ്ടാകും, ഈത്തപ്പഴമുണ്ടാകും, അത് കഴിക്കും. പിന്നെയോ വൽമാ, സുലഭമായി പച്ചവെള്ളം കിട്ടാനുണ്ടല്ലോ, അതും കുടിക്കും. ആരുടെ വീട്ടിൽ? മുത്ത് റസൂലിന്റെ വീട്ടിൽ. റസൂലുള്ളാഹി തങ്ങൾ അങ്ങനെ ആയിരുന്നു, റസൂലുള്ളാഹിന്റെ കുടുംബവും അങ്ങനെയായിരുന്നു. എല്ലാവരും അതുകൊണ്ട് അങ്ങനെ പട്ടിണി കിടക്കണം എന്നല്ല ഈ പറയുന്നത്. അമിതമായി പോയാൽ, അമിതമായാൽ അമൃതവും വിഷെന്ന് പറഞ്ഞിട്ടില്ലേ, എന്നതുപോലെ ഭക്ഷണത്തിന്റെ കാര്യത്തിൽ ഒരു ലിമിറ്റില്ലെങ്കിൽ അത് വലിയ നഷ്ടവും നാശവും ഉണ്ടാകും, അനാരോഗ്യമുണ്ടാകും. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, അനസ് റളിയല്ലാഹു അൻഹു വിശദീകരിക്കുകയാ, ഒരിക്കൽ ജാഅത് ഫാത്തിമ ബികസ്റതി ഖുബ്സിൻ ഇലാ റസൂലില്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഫാത്തിമ ബീവി ഒരു കഷ്ണം റൊട്ടിയുമായി മുത്തുനബിയെ അന്വേഷിച്ച് പുറപ്പെട്ടു. ഹബീബായ നബി തങ്ങളെ കണ്ടപ്പോൾ ആ റൊട്ടി കഷ്ണം മുത്തുനബിയിലേക്ക് ഹബീബായ നബിയിലേക്ക് കാണിച്ചു. മുത്ത് റസൂലുള്ളാഹി തങ്ങളിലേക്ക് നീട്ടിയിട്ട് പറഞ്ഞു, ഇതാ ഉപ്പാ, നിങ്ങൾക്ക് കഴിക്കാൻ കൊണ്ടുവന്നതാണ്. ഹബീബായ നബി തങ്ങൾ അത്ഭുതത്തോടുകൂടെ ചോദിച്ചു, ആ ഫാത്തിമ, മാ ഹാദിഹിൽ കിസ്റാ, റൊട്ടി കഷ്ണോ, ഇതെവിടുന്നാണ് ഫാത്തിമ? ഖാലത്ത്, അപ്പോൾ പറഞ്ഞു, നബിയെ, ഇത് ഹാദിഹി ഹദിയത്തുൻ അഹ്ദാനി, ഇതെനിക്കൊരാള് ഹദിയയായി തന്നതാണ്. മോളെ, ഇന്ന് കഴിച്ചോന്ന് പറഞ്ഞിട്ട് പരിചയമുള്ള ഒരു സഹോദരി കൊണ്ടു തന്നതാണ്. പക്ഷെ നബിയെ, വിശപ്പിന്റെ കാഠിന്യം കൊണ്ട് അത് കഴിക്കാൻ ഞാൻ ഒരുങ്ങിയപ്പോൾ ഫലം തത്ബ നഫ്സി ഹത്താ അതൈതുക മിൻഹു ബിഹാദിഹിൽ കിസ്റാ, കഴിക്കാൻ ഒരുങ്ങിയപ്പോഴാണ് അങ്ങയെ ഓർമ്മ വന്നത്. നിങ്ങൾക്ക് തരാതെ ഞാനെങ്ങനെ കഴിക്കും? എന്റെ മനസ്സ് വേദനിച്ചു. അങ്ങനെയാണ് നിങ്ങളെ തേടിപ്പിടിച്ചു വന്നതെന്ന് പറഞ്ഞപ്പോൾ ഫഖാല റസൂലുള്ളാഹ്, ഈ റൊട്ടിയുടെ ഒരു കഷ്ണം ബിസ്മി ചൊല്ലി വായയിലേക്ക് വെച്ചിട്ട് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞൊരു വാക്കുണ്ട് സഹോദരാ, ഹബീബ് പറഞ്ഞൊരു വാക്കുണ്ട് സഹോദരി, അമാ ഇന്നഹു അവ്വലു തആമിൻ ദഖാ ഫമാ അബീക മുൻദു സലാസതി അയ്യാം. പൊന്നുമോൾ, 3 ദിവസമായിട്ട് നിന്റെ ഉപ്പച്ചിയുടെ വായയിലേക്ക് പ്രവേശിക്കുന്ന ആദ്യത്തെ ഭക്ഷണാണിത് എന്ന് അഷ്റഫുൽ ഖൽഖ് മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കല്ല് വെച്ച് കെട്ടിയില്ലേ? 1, 2 കല്ല് വെച്ച് കെട്ടിയില്ലേ? വശദ്ദ മിൻ സഗബിൻ അഹ്ശാഅഹു വതവാ തഹ്തൽ ഹിജാറതി കശ്ഹൻ മുസ്റഫൽ ആദമി. ചൊല്ലി മൗലായ, ചൊല്ലി അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം. ഹബീബായ നബി തങ്ങൾ വിശപ്പിന്റെ കാഠിന്യം കൊണ്ട് ഉദരം വരിഞ്ഞു കെട്ടുകയും മൃദുല ചർമ്മമുള്ള ആമാശയത്തെ കല്ലിനടിയിൽ ചുരുട്ടി വെക്കുകയും ചെയ്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം.
തൻ്റെ കുടുംബത്തിൻ്റെ കാര്യത്തിലും അതുപോലെ ശ്രദ്ധിച്ചിട്ടുണ്ട്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, മാ അശ്ബഅൻ നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലമ അഹ്ലഹു സലാസത അയ്യാമിൻ തിബാഅൻ. തുടർച്ചയായി 3 ദിവസം തൻ്റെ കുടുംബത്തിലുള്ളവരുടെ വയറ് നിറച്ചിട്ടില്ല മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. വീട്ടിലുള്ളവർക്കൊക്കെ വയറൊന്നായിട്ട് നിറക്കാൻ മാത്രം എല്ലാ നേരവും വയറ് നിറക്കാൻ മാത്രമുള്ളത് വീട്ടിലേക്ക് മുത്ത് റസൂൽ എത്തിച്ചു കൊടുത്തിട്ടില്ല. മിൻ ഹുബ്ദിൽ ഹന്തത, ഒരു ധാന്യവും ഹത്താ ഫാറഖ ദുനിയാ, ദുനിയാവിൽ നിന്ന് വിട്ടുപിരിയുന്നത് വരെ. എന്തിനാണ് ഇതൊക്കെ പറഞ്ഞതെന്നറിയോ? ഭക്ഷണം കഴിക്കാതിരിക്കാനല്ല, നമ്മുടെ ബുദ്ധിശക്തി വർദ്ധിക്കണമെങ്കിൽ. എന്തിന്? 10ഓളം ഉപകാരം വിശപ്പ് സഹിച്ചാലുണ്ടാകും. എപ്പോഴും വിശപ്പ് സഹിച്ച് നീക്കാൻ കഴിയാത്തൊരവസ്ഥയിലാവണം എന്നല്ല പറഞ്ഞത്. മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതുപോലെ എപ്പോഴും വയറ് നിറഞ്ഞിരിക്കുന്നൊരു സാഹചര്യം ഉണ്ടാവരുത്. എപ്പോഴും വയറ് നിറഞ്ഞിരിക്കുന്നൊരു സാഹചര്യം ഉണ്ടായാൽ മനുഷ്യന് വിവേകം നഷ്ടപ്പെടും, മനുഷ്യൻ്റെ ബുദ്ധിശക്തി കുറഞ്ഞു വരും, മനുഷ്യന് ഒന്നിനും പറ്റാത്തവനായി, തിരിച്ചറിവില്ലാത്തവനായി അവൻ മാറും. അള്ളാഹു കാക്കട്ടെ.